Hello all, today we are discussing about the section 10.5 areas and arc lengths in polar coordinates. അതായത് ഇങ്ങനൊരു ഗ്രാഫിൽ ഈ ഒരു ലൈൻ ഇതാണ് ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ. ദിസ് മീൻസ് പോളാർ ഇക്വേഷൻ ആണ്, ഒരു പോളാർ കർവിൻ്റെ ഇക്വേഷൻ. സോ ഈ ലൈനാണ് തീറ്റ ഈക്വൽ ടു ആൽഫ ആൻഡ് ദിസ് ലൈൻ കോൾഡ് തീറ്റ ഈക്വൽ ടു ബീറ്റ. ഈ ഒരു ഷെയ്ഡഡ് റീജിയൻ്റെ ഇക്വേഷൻ എന്താ, ഏരിയ കാണാനുള്ള ഇക്വേഷനാണ് തിയറം 1. ഓക്കെ, അപ്പോൾ എ ഈക്വൽ ടു ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ എഫ് ഓഫ് തീറ്റ ഓൾ സ്ക്വയർ ഡി തീറ്റ. ഓക്കെ, ഓർ integral alpha to beta r square d theta. That is this. Okay, integral alpha to beta r square d theta. Then first theorem, area bounded by a polar curve. Let f be a continuous non-negative function on alpha beta where 0 less than or equal to beta minus alpha less than 2 pi, then the area A of the region bounded by the graph of r equal to f of theta, theta equal to alpha and theta equal to beta is given by A equal to integral alpha to beta half f of theta all square d theta, or integral alpha to beta half r square d theta. Then first problem, find the area of the region enclosed by the lemniscate r square equal to 4 cos 2 theta. This lemniscate has rectangular equation x raised to 4 plus 2x square y square minus 4x square plus 4y square plus y raised to 4 equal to 0. As you can verify, എന്താ ലെംനിസ്കേറ്റിൻ്റെ ഫിഗറാണിത്. ഇതിൻ്റെ ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ ഈക്വൽ ടു ഇക്വേഷൻ അറിയാം, ഏരിയ ഈക്വൽ ടു എന്താ ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ ആർ സ്ക്വയർ ഡി തീറ്റ. ഓക്കെ, ഇതിൽ തീറ്റ റണ്ണിങ് ഫ്രം 0 to π/4 ആൻഡ് ആർ സ്ക്വയർ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4 cos 2 തീറ്റ. ജസ്റ്റ് ഇക്വേഷനിലിട്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോറി, ഓക്കെ, then r square equal to 4 cos 2 theta, and general equation in the A equal to integral alpha to beta half r square d theta. r square തന്നിട്ടുണ്ട്, എന്താ, അപ്പോൾ ഹാഫ് ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ 4 കോസ് 2 തീറ്റ. 2 തീറ്റ ഡി തീറ്റ കേട്ടോ, 2 തീറ്റ ഡി തീറ്റ. ഇവിടെ ഹാഫും 4 കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ ഔട്ട് സൈഡ് എടുത്തു. ആൽഫ ടു ബീറ്റ കോസ് 2 തീറ്റ ഡി തീറ്റ. അപ്പോൾ കോസ് 2 തീറ്റനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, സൈൻ 2 തീറ്റ, ഇത് സൈനാണ്, സൈൻ 2 തീറ്റ ബൈ 2, ഹാഫും 4 ഇവിടെ ഉണ്ട്, ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ. ലാസ്റ്റ് വി ഗെറ്റ് 4 into sin എന്താ കിട്ടുക, 2 തീറ്റ. ഓക്കെ, 2 തീറ്റ 0 to π/4. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 4 into sin 2π/4 minus sin 0 okay, equal to 4. അപ്പോൾ final answer is 4. Then the next problem,
sorry. Then the next step, the second problem is find the area of the region enclosed by the cardioid r equal to 1 plus cos theta. അപ്പോൾ കാർഡിയോയിഡിൻ്റെ ഫിഗറാണിത്. ഇതിൻ്റെ ഈ ഷെയ്ഡഡ് ഏരിയയുടെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. ഇതിൽ 6 കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ 6 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യാന്ന് വെച്ചാൽ, ഓക്കെ, ഫസ്റ്റ് ജനറൽ ഇക്വേഷൻ എ ഈക്വൽ ടു ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ ഹാഫ് ആർ സ്ക്വയർ ദെൻ ഡി തീറ്റ. ഇതിൽ 6 നമുക്ക് ഓൾറെഡി അറിയാം. 6 1 പ്ലസ് കോസ് തീറ്റ. അപ്പോൾ ആർ സ്ക്വയർ ആണെങ്കിൽ ഇവിടെ ആർ സ്ക്വയർ കൊണ്ട് ഇതിനൊരു ഓൾ സ്ക്വയർ കൊടുക്കും. ഇതിന് എ പ്ലസ് ബി ഫോമിൽ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എ 1 പ്ലസ് എ സ്ക്വയർ 2ab എ പ്ലസ് 2ab 1 പ്ലസ്, ഇപ്പോൾ 1 ഇല്ല, അപ്പോൾ കോസ് 2 കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ കോസ് തീറ്റ സ്ക്വയർ തീറ്റ ഡി തീറ്റ. ഓക്കെ, ദെൻ ഇവിടെ ഇതിൽ ലിമിറ്റ് എങ്ങനെയാണ് വരിക ഈ ഫിഗറിൽ? ഇവിടെ ഇത് 0 ആണ്, തീറ്റ ഈക്വൽ 0. ഇത് തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 ആൻഡ് ദിസ് ഈസ് പൈ ആൻഡ് ദിസ് ഈസ് 3 പൈ ബൈ 2. അപ്പോൾ പൈന് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ മൊത്തത്തിൽ 2 പൈ ആണ്. അപ്പോൾ 0 ടു 2 പൈ ആണ് ലിമിറ്റ് വരാം. തീറ്റ റണ്ണിങ് ഫ്രം 0 ടു 2 പൈ. അപ്പോൾ 0 ടു 2 പൈ ഇക്വേഷൻ 1 ഹാഫ് ഉണ്ട്, ഹാഫ് കോൺസ്റ്റൻ്റ് ആണ്. ദെൻ നമ്മൾ ആർ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്ത് വെച്ചു. അപ്പോൾ ആ ഇക്വേഷൻ ആർ സ്ക്വയറിൻ്റെ ഭാഗത്ത് ഇട്ട് കൊടുത്തു. 1 പ്ലസ് കോസ് തീറ്റ 2 കോസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. ദെൻ ഇവിടെ കോസ് സ്ക്വയർ തീറ്റ 1 പ്ലസ് കോസ് 2 തീറ്റ ബൈ 2 ആണ്. ഇത് ഓൾ ഡി തീറ്റ ഉണ്ട് കേട്ടോ. കോസ് സ്ക്വയർ തീറ്റയുടെ ഇക്വേഷൻ 1 പ്ലസ് കോസ് 2 തീറ്റ ബൈ 2 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1/2 ഇൻ്റഗ്രൽ 0 ടു 2 പൈ 1 പ്ലസ് 2 കോസ് തീറ്റ. കോസ് സ്ക്വയറിൻ്റെ ഇക്വേഷൻ 1 പ്ലസ് 1 പ്ലസ് കോസ് 2 തീറ്റ ബൈ 2 ആണ്. ഈ കോസ് സ്ക്വയറിൻ്റെ തീറ്റയുടെ ഭാഗത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആൻഡ് ഡി തീറ്റ. ഓക്കെ, ആൻഡ് ദെൻ ഇൻ്റഗ്രേറ്റ്. അപ്പോൾ ഹാഫ് കോൺസ്റ്റൻ്റ് ആണ് ആൻഡ് 0 ടു 2 പൈ ലിമിറ്റ് കൊടുത്തു. ദെൻ ഈ 1/2ഉം ഈ 1/2ഉം 1ഉം ആഡ് ചെയ്തപ്പോൾ 3/2 കിട്ടി. പ്ലസ് 2 കോസ് തീറ്റ കോസ് 2 തീറ്റ ബൈ 2. ഓക്കെ, പ്ലസ് ഇവിടെ എഴുതുന്നുണ്ട് കോസ് 2 തീറ്റ ബൈ 2 ഇൻറ്റു ഡി തീറ്റ. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3/2 ഹാഫ് 3/2 ബൈ തീറ്റ തന്നെ. 3/2 ബൈ തീറ്റ. 2 കോസ് തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 സൈൻ തീറ്റ. ഓക്കെ, ആൻഡ് പ്ലസ് കോസ് 2 തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കോസ് 2 തീറ്റ ബൈ 2. അടിയിലൊരു 2 ഉണ്ട്, അപ്പോൾ 2 × 2 4 ആയി. അപ്പോൾ കോസ് 2 തീറ്റ ബൈ
4. ഓക്കെ, ആൻഡ് ലിമിറ്റ് അപ്ലൈ ചെയ്യുക 0 to 2π. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 2 sin തീറ്റ അത് 0 ആയിട്ട് പോവും. ഇവിടെയും ചെയ്യുമ്പോൾ അതും 0 ആയിട്ട് ക്യാൻസൽ ആവും. അപ്പോൾ ആകെയുള്ളത് ഇനി എന്താ ഹാഫ് 3/2 ഹാഫ് 3/2 2π. ഓക്കെ, ബാക്കിയൊക്കെ ക്യാൻസൽ ആയി പോവും. അപ്പം ദെൻ ലാസ്റ്റ് എന്താ കിട്ടുക? 3π/2π മൈനസ് 0 ടു 0 കൂടി കൊടുക്കണ്ടേ. അപ്പോൾ 3π/2 ആണ് ലാസ്റ്റ് ഫൈനൽ ആൻസർ. ഓക്കെ, ദെൻ തിയറം 2. ഏരിയ ബൗണ്ടഡ് ബൈ 2 പോളാർ കർവ്. ഇപ്പോൾ പഠിച്ചത് ആകെ 1 പോളാർ കർവ് വെച്ചിട്ടാണ്. ഇനി 2 പോളാർ കർവ് വരുമ്പോഴുള്ള ഇക്വേഷനും ക്വസ്റ്റ്യൻസും. ഓക്കെ, ഏരിയ ബൗണ്ടഡ് ബൈ 2 പോളാർ കർവ്. ലെറ്റ് F and G be continuous on alpha beta where 0 less than or equal to g of theta less than or equal to f of theta. That means ഇങ്ങനൊരു ഗ്രാഫ് ഉണ്ടെങ്കിൽ വിചാരിക്കും, അതിൽ ഈ ലൈനാണ് എന്താ നേരത്തെ പോലെ ഈ ലൈനാണ് r equal to f of theta. ഓക്കെ, ആൻഡ് ദിസ് ലൈൻ ലൈനാണ് ഇതാണ് r equal to g theta. അപ്പോൾ രണ്ട് പോളാർ കർവായി. ആൻഡ് ദെൻ ഈ ഒരു ലൈനാണ് എന്താ ആൽഫ ഈക്വൽ ടു തീറ്റ ഈക്വൽ ടു ആൽഫ ആൻഡ് ഇവിടെ തീറ്റ ഈക്വൽ ടു ബീറ്റ. ഓക്കെ, അപ്പോൾ ഈ ഒരു റീജിയൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുള്ള ഇക്വേഷനാണ് എന്താ ഇവിടെ എ ഈക്വൽ ടു ഹാഫ് ആൽഫ ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ എഫ് ഓഫ് തീറ്റ ഓൾ സ്ക്വയർ മൈനസ് ജി ഓഫ് തീറ്റ ഓൾ സ്ക്വയർ. അതായത് ഈ എഫ് ഓഫ് തീറ്റ എന്ന പോളാർ കർവിൽ നിന്ന് ജി ഓഫ് തീറ്റ മൈനസ് ചെയ്തു, അത് ഹാഫ് ഇട്ട് കൊടുത്തു. ഇതാണ് ഏരിയ ബൗണ്ടഡ് ബൈ 2 പോളാർ കർവിൻ്റെ ഇക്വേഷൻ. ആൻഡ് ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, find the area of the region that lies outside the circle r equal to 3 and inside the cardioid r equal to 2 plus 2 cos theta. ഓക്കെ, r equal to 3 ഉള്ള ഒരു സർക്കിൾ കണ്ട, റേഡിയസ് 3 ഉള്ള ഒരു സർക്കിളാണ് ഈ ഫിഗർ കണ്ടു. ഇനി കാർഡിയോയിഡ് ഇത് അതിൻ്റെ ഈ ഷെയ്ഡഡ് പാർട്ടാണ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ ഇക്വേഷൻ നമുക്കറിയാം, ഇക്വേഷൻ ഇതാണ്, എ ഈക്വൽ ടു ഹാഫ് ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ എഫ് ഓഫ് തീറ്റ ഓൾ സ്ക്വയർ മൈനസ് ജി ഓഫ് തീറ്റ ഓൾ സ്ക്വയർ ഡി തീറ്റ. ഓക്കെ, ദെൻ എഫ് ഓഫ് തീറ്റ എന്താ ഇത് 2 പ്ലസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എഴുതാം. ഓക്കെ, അപ്പോൾ 2 പോളാർ കർവ് വരുമ്പോഴുള്ള ഇക്വേഷനാണ് എ ഈക്വൽ ടു ഹാഫ് ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ എഫ് ഓഫ് തീറ്റ ഓൾ സ്ക്വയർ മൈനസ് ജി ഓഫ് തീറ്റ. എഫ് ഓഫ് തീറ്റ ആണ് ആൻഡ് ജി ഓഫ് തീറ്റ രണ്ടാമത്തെ കർവ് ജി ഓഫ് തീറ്റ ഓൾ സ്ക്വയർ. ഓക്കെ, ഇതിൽ എഫ് ഓഫ് തീറ്റ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എ ഈക്വൽ ടു, അപ്പോൾ ഹാഫ് കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ ഔട്ട് സൈഡ് ആൽഫ ടു ബീറ്റ എഫ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് 2 പ്ലസ് 2 കോസ് തീറ്റയാണ്. ഓക്കെ, ഓൾ സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ഡി തീറ്റ. ഇത് എ പ്ലസ് ബിയുടെ ഫോമിലാണ് എടുക്കുന്നത്, 2 പ്ലസ് 2 കോസ് തീറ്റ. അപ്പോൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഹാഫ്
ഇൻ്റഗ്രൽ ഓക്കെ ഇത് ലിമിറ്റ് -π/3 to π/3 ആയിട്ട് വരാം. -π/3 to π/3 ആ വരാം. സോറി, -π/3 to π/3. That means to find the point of intersection of the two curves, we solve with the two equations simultaneously. We have 2 plus 2 cos theta equal to 3, or cos theta equal to half, which gives theta equal to plus or minus π/3. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ π/3 -π/3 പ്ലസ് π/3 ആണ് വരിക. ഓക്കെ, ദെൻ എക്സ്പാൻഡ് ചെയ്യുക. ദെൻ ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുക എന്താ കിട്ടുക? x² 4 plus 2ab 2 plus 2 and 2 8 cos തീറ്റ ഇവിടെ എഴുതുന്നുണ്ട് പ്ലസ് എന്താ 4 b². അപ്പോൾ 2, അപ്പോൾ b² ആകുമ്പോൾ 4 cos സ്ക്വയർ തീറ്റ -9. ഓക്കെ, ഡി തീറ്റ ഇവിടെ ഡി തീറ്റ ഉണ്ട്, -d തീറ്റ. സോ ഇവിടെ